Hi, yes, welcome to GS B.Ed classes. I am Radhika. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന കോഴ്സിലെ തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റിലെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആൻഡ് ന്യൂട്രീഷൻ. അതിൽ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള ഒരു പാർട്ടാണ്. അപ്പൊ നമുക്കറിയാം ന്യൂട്രീഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു അവർ ഹെൽത്ത് ഓർ ടു പ്രിവെന്റ് ഡിസീസസ്. അല്ലെ, രോഗങ്ങൾ ഇല്ലാതെ ആക്കാനായിട്ട് എന്ത് വേണം നമുക്ക്? ന്യൂട്രീഷൻ വേണം. ഫുഡ് നല്ല രീതിയിൽ കഴിക്കണം. അപ്പൊ ഈ ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല ഫുഡ് ആയിരിക്കണം. ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാൻ കാരണം തന്നെ we are unaware of this nutrition and nutritious food. Food and nutrition. എന്താണ് ഫുഡ്? ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ്സ് നെസറി ന്യൂട്രിയൻസ് ഫോർ എനർജി ആൻഡ് ഗ്രോത്ത്. നമുക്ക് വളരാൻ ആവശ്യമുള്ള ന്യൂട്രിയൻസും എനർജിയും ഒക്കെ തരുന്ന സംഭവത്തെയാണ് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ കഴിക്കുന്നതാണ് സാധാരണ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വളരാനുള്ള എനർജി, ന്യൂട്രിയൻസ് ഒക്കെ തരണം. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The process by which the body takes in and utilizes food. ഫുഡ് ആഗിരണം ചെയ്ത് ഫുഡ് കഴിച്ച് അതിലെ ന്യൂട്രിയൻസ് ഒക്കെ ആഗിരണം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂട്രീഷൻ. അതായത് ഫുഡിലെ നല്ല അംശങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നു. ദാറ്റ് ഈസ് ന്യൂട്രീഷൻ. A balanced diet is essential for maintaining health. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ മിക്കവാറും വരുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ്. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് വളരെയധികം അത്യാവശ്യമാണ്. Nutrients from food include proteins, fats, carbohydrates, vitamins and minerals. അല്ലെ, എന്തൊക്കെയാണ് ഈ ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കുറെ ന്യൂട്രിയൻസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇതൊക്കെയാണ് ന്യൂട്രിയൻസ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഈ വൈറ്റമിൻസും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും ഒക്കെ ഉണ്ടായിരിക്കും. അത് കൂടുതലുള്ള അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമാണ് ഈ എല്ലാ ന്യൂട്രിയൻസും ഈക്വൽ പ്രൊപ്പോർഷനിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തുള്ളൂ. ദാറ്റ്സ് വെരി എസെൻഷ്യൽ ഫോർ അവർ ഗ്രോത്ത്. ഫുഡ് ചോയ്സസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഏജ്, ആക്ടിവിറ്റി ലെവൽ ആൻഡ് സ്പെസിഫിക് ഹെൽത്ത് നീഡ്സ്. ഇനി ഭക്ഷണം നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യാം? അത് നമ്മുടെ ഏജിനനുസരിച്ചിട്ട്, നമ്മൾ ആക്ടിവിറ്റി, നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്പെസിഫിക് ഹെൽത്ത് നീഡ്സ്, ചിലപ്പോൾ നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടി വരും. സോ ഫുഡ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഫങ്ഷൻസ് ഓഫ് ഫുഡ്. എന്താണ് ഭക്ഷണത്തിന്റെ ഫങ്ഷൻ? പ്രൊവൈഡ്സ് എനർജി ഫോർ ഡെയിലി ആക്ടിവിറ്റീസ്. നമുക്കറിയാം എനർജി തരാന്നു. സപ്പോസ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെ, വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഡെവലപ്മെന്റിനും, അതായത് ബ്രെയിനും അത്യാവശ്യമാണ് കേട്ടോ ഫുഡ്. ഇനഫ് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ ബ്രെയിനും നന്നായിട്ട് വർക്ക് ചെയ്യില്ല. റെഗുലേറ്റ്സ് ബോഡി ഫങ്ഷൻസ് സച്ച് ആസ് ഡൈജഷൻ ആൻഡ് മെറ്റാബോളിസം. നല്ല ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഡൈജഷനും ഒക്കെ നടക്കുള്ളൂ. മെറ്റാബോളിസം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ആഗിരണം ചെയ്യുക, നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്ന പ്രവൃത്തി. ഹെൽപ്സ് ഇൻ ടിഷ്യൂ റിപ്പയർ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻ. അതുപോലെ തന്നെ ടിഷ്യൂ റിപ്പയർ, അല്ലെ, ടിഷ്യൂസ് ഒക്കെ നമ്മുടെ ശരീരത്തിലുള്ള ടിഷ്യൂ കലകളൊക്കെ ഉണ്ടല്ലോ, മീൻസ് പാടുകളല്ല ഉദ്ദേശിച്ചത്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അറിയില്ല, അതായത് സെല്ലുകളുടെ കൂട്ടം. അപ്പൊ അതിനൊക്കെ റിപ്പയർ ചെയ്യുന്നു, അല്ലെ, ഗ്രോത്തിന് സഹായിക്കുന്നു, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇൻക്രീസ് ചെയ്യുന്നു. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് ഹൈഡ്രേഷൻ ലെവൽസ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഹൈഡ്രേഷൻ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ വെള്ളം, അതായത് നമ്മൾ ജലാംശം നിലനിർത്തുന്നു. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? വൈറ്റൽ ഫോർ എനർജി, സെൽ ഗ്രോത്ത് ആൻഡ് ബോഡി ഫങ്ഷൻസ്. അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനർജി, അല്ലെ, അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ഉണ്ടാക്കാനായിട്ടും സെൽ ഗ്രോത്തിനും ബോഡി ഫങ്ഷൻസിനും എല്ലാറ്റിനും ന്യൂട്രീഷൻസ് ആർ വെരി ഇസെൻഷ്യൽ. ഇൻക്ലൂഡ്സ് മാക്രോ ന്യൂട്രിയൻസ്, അല്ലെ, അതിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻസ്, മിനറൽസ്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂട്രീഷൻ രണ്ട് തരത്തിലുണ്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ന്യൂട്രീഷൻ ആണ് ഫുഡിൽ ഉണ്ടായിരിക്കുന്നത്. മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്? carbohydrates, proteins and fats. Then micronutrients ഏതാണ്? Vitamins and minerals.
Good nutrition helps prevent diseases like obesity, diabetes, and heart diseases. ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ ഇല്ലാതെയും നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ലെവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ensures proper functioning of the immune system. അല്ലെ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. impacts mental health and cognitive function. നമ്മുടെ മാനസികാരോഗ്യവും ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റും നിയന്ത്രിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് food is very essential, or nutritious food is very essential. Importance of nutrition. ഈ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും പോയിന്റ് ആയിട്ട് പറയുന്നു. പ്ലീസ് ലിസൺ. ഹെൽപ്സ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ബോഡി സെൽസ് ആൻഡ് ടിഷ്യൂസ്, റിന്യൂ ഡാമേജ്ഡ് സെൽസ്. അല്ലെ, അതായത് നമ്മൾ കാലപ്പഴക്കം കൊണ്ട്, അതായത് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ നമ്മുടെ ടിഷ്യൂസും സെൽസും ഒക്കെ എന്താണ് ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നേരെയാക്കുന്നു. ഇപ്പൊ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് നേരെയാക്കണമെങ്കിൽ ന്യൂട്രീഷൻ വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ മുറിവൊക്കെ പഴുത്ത് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. then produces heat in the body, gives energy for daily activities. അല്ലെ, നമുക്ക് ദിവസേന ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എനർജി തരുന്നു. stores energy in the body, ശരീരത്തിൽ എനർജി സൂക്ഷിക്കുന്നു. അതാണ് ഒരു നേരം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ദ സ്റ്റോറേജ്. then supports chemical changes in the body, മെയിൻറ്റെയിൻസ് ബോഡി ഫങ്ഷൻസ്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട്, ബോഡി ഒരു എന്താണ് പറയുക ലാബാണ് ആക്ച്വലി അല്ലെ, ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അവിടെ. ദെൻ മെയിൻറ്റെയിൻസ് ബോഡി ഫങ്ഷൻസ് അല്ലെ, അതായത് നമുക്ക് എല്ലാ ഫങ്ഷൻസിനും ന്യൂട്രീഷൻ വേണം അല്ലെ. ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അനങ്ങാൻ പറ്റില്ല. ബിൽഡ്സ് ഇമ്മ്യൂണിറ്റി അല്ലെ, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു. ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ അറിയാലോ, രോഗപ്രതിരോധ ശേഷി. ഹെൽപ്സ് ഇൻ പ്രോപ്പർ ഡൈജഷൻ അല്ലെ, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള ദഹനം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദഹനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദഹിച്ചാൽ മാത്രമാണ് ന്യൂട്രീഷൻ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. കീപ്സ് ദ ബോഡി ഹെൽത്തി, എപ്പോഴും നമ്മളെ ഹെൽത്തി ആയി സൂക്ഷിക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇനി ഫുഡും ന്യൂട്രീഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഫുഡ് കനോട്ട് ബി യൂസ്ഡ് ഡയറക്ട്ലി ബൈ ദ ബോഡി. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് ചവച്ചരച്ച ന്യൂട്രീഷൻ ആയിട്ടാണ് അത് ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നത്. അല്ലാതെ ഫുഡ് നമ്മളൊരു എന്താണ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചോറ് അങ്ങനെ ബോഡി ആഗിരണം ചെയ്യല്ല ചെയ്യുന്നത്, അതിലെ ന്യൂട്രിയൻസ് ആണ് ബോഡി ആഗിരണം ചെയ്യുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഡൈജസ്റ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു എനർജി അല്ലെ, ഭക്ഷണം എനർജി ആക്കി മാറ്റുന്നു മെറ്റബോളിസം വഴി. എനർജി ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. ഇനി എന്തിനാ ഈ എനർജി? നമുക്ക് പ്രവൃത്തികൾ ചെയ്യാനായിട്ട് എനർജി വേണം അല്ലെ. ഹെൽപ്സ് ക്രിയേറ്റ് ആൻഡ് റിന്യൂ ബോഡി സെൽസ്. നേരത്തെ പറഞ്ഞു, ബോഡി സെൽസ് ഒക്കെ റിന്യൂ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ന്യൂട്രിയൻസ് വേണം, ന്യൂട്രീഷൻ വേണം. എക്സ്ട്രാ എനർജി സ്റ്റോർഡ് ഇൻ ദ ബോഡി അല്ലെ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് എപ്പോഴും ഫുഡ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. വീണ്ടും കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, ശ്രദ്ധിക്കും. ഫുഡ് കണ്ടെയ്ൻസ് ന്യൂട്രിയൻസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് അല്ലെ, മാക്രോ ന്യൂട്രിയൻസ് ആണ്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ് ഗിവ് എനർജി അല്ലെ, നമുക്ക് കഴിക്കുന്ന ചോറിലൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. പ്രോട്ടീൻസ് ഹെൽപ്പ് ബിൽഡ് മസിൽസ് ആൻഡ് ടിഷ്യൂസ്. അപ്പൊ അതാണ് എല്ലാം വേണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അല്ലെ. പ്രോട്ടീൻസ് ആണ് മസിലുകളും, അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ ഒക്കെ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ പ്രോട്ടീൻ പൗഡർ ഒക്കെ കഴിക്കാറില്ലേ, മസിൽസിനും ടിഷ്യൂസിനും ഒക്കെ നല്ലതാണ്. ദെൻ ഫാറ്റ്സ് ഹെൽപ്പ് വിത്ത് ബ്രെയിൻ ആൻഡ് ഹോർമോൺ ഫങ്ഷൻസ് അല്ലെ. ഹോർമോൺ ഫങ്ഷനും അതുപോലെ തന്നെ ബ്രെയിനിനൊക്കെ ഫാറ്റ് വളരെ എസെൻഷ്യൽ ആണ്. ഫാറ്റി ഫുഡ് കഴിക്കരുത് എന്ന് പറയും, പക്ഷെ അതിന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ എന്താണ് വല്ലാതെ തടി വെച്ച് പോകും. എക്സ്ട്രാ ഫാറ്റ് ആണ് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ ഫാറ്റ് ഒരു അളവിൽ, നിശ്ചിത അളവിൽ നമ്മുടെ ബോഡിയിൽ വേണം. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കീപ്പ് us ഹെൽത്തി. അതുപോലെ തന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസ് ഒക്കെ നമ്മളെ ഹെൽത്തി ആക്കി മാറ്റുന്നു. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫുഡ് ഈസ് എനിത്തിങ് വി ഈറ്റ് ഓർ ഡ്രിങ്ക് അല്ലെ. നമ്മൾ കഴിക്കുന്നതെല്ലാം എന്താണ് ഭക്ഷണമാണ്, പക്ഷെ അത് ന്യൂട്രീഷൻ നല്ലതായിക്കൊള്ളണം എന്നില്ല, നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായിക്കൊള്ളണം എന്നില്ല. ന്യൂട്രീഷൻ ഈസ് വാട്ട് ദ ബോഡി യൂസസ് ഫ്രം ഫുഡ് അല്ലെ. ബോഡിയിൽ നിന്ന് ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്നതാണ് ന്യൂട്രീഷൻ. നോട്ട് ഓൾ ഫുഡ് ഗീവ്സ് ന്യൂട്രീഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫുഡിനും ന്യൂട്രീഷൻ തരാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ന്യൂട്രീഷൻ കാൻ ഓൾസോ കം ഫ്രം സപ്ലിമെന്റ്സ്. അതായത് ന്യൂട്രീഷൻ ഗുളികകളൊക്കെ ഉണ്ട്, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അങ്ങനത്തെ കുറെ, നമ്മൾ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറഞ്ഞു. അതായത് ഫുഡിന് അല്ലാതെ തന്നെ നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ട് ത്രൂ സപ്ലിമെന്റ്സ്.
Our body needs nutrition, not just food. അല്ലെ, സപ്ലിമെന്റിൽ നിന്നായാലും ഫുഡിൽ നിന്നായാലും എന്തായാലും നമുക്ക് എന്ത് വേണം? ന്യൂട്രീഷൻ വേണം നമ്മുടെ ശരീരത്തിന്. Then good nutrition helps body and mind. അല്ലെ, നമ്മളെ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും ന്യൂട്രീഷൻ വേണം. It protects from illness. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മളെ രോഗങ്ങൾ പിടിപെടുന്നതിൽ നിന്നും സഹായിക്കുന്നു. Reduces stress impact. നമ്മൾ സ്ട്രെസ് ഇല്ലാതെയാക്കുന്നു. ഓക്കെ, ഈ നമുക്ക് മാനസികാരോഗ്യം ഇല്ലാതെ ആവുമ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുന്നത്, അല്ലെ? ഹെൽപ്സ് ബോഡി വർക്ക് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നല്ല രീതിയിൽ ന്യൂട്രീഷൻ ചെന്നാലാണ് ബോഡി നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. നോട്ട് ഓൾ ഫുഡ്സ് ആർ ന്യൂട്രീഷ്യസ്, അല്ലെ? കഴിക്കുന്നതെല്ലാം ന്യൂട്രീഷ്യസ് ഫുഡ് ആയിക്കൊള്ളണമെന്നില്ല. എന്താണ് ബേസ് ന്യൂട്രീഷൻ? ബേസ് ന്യൂട്രീഷൻ മീൻസ് ഇസെൻഷ്യൽ ന്യൂട്രിയൻസ്, അല്ലെ? നമുക്ക് ആ ശരീരത്തിന് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസിനെയാണ് ബേസ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നീഡഡ് ഫോർ എനർജി ആൻഡ് ഗ്രോത്ത്. നമ്മളുടെ എനർജി, അല്ലെ, പ്രവൃത്തി ചെയ്യാനുള്ള എനർജിക്കും ഗ്രോത്തിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ബേസ് ന്യൂട്രീഷൻ. അതിൽ മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് വാട്ടർ. മൈക്രോ ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ലാക്ക് ഓഫ് ദം കോസസ് പുവർ ഹെൽത്ത്. നമുക്കറിയാം ന്യൂട്രീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല. ദെൻ കാറ്റഗറീസ് ഓഫ് ന്യൂട്രീഷൻ. മാക്രോ ന്യൂട്രിയൻസ് എന്തിനാണ്? നീഡഡ് ഇൻ ലാർജ് എമൗണ്ട്സ്, കൂടുതൽ അളവ് വേണം. മൈക്രോ ന്യൂട്രിയൻസ് കുറച്ച് എമൗണ്ട് മതി, പക്ഷെ അത് ഇസെൻഷ്യൽ ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എനർജി സോഴ്സ് ആണ്. പ്രോട്ടീൻസ് ബിൽഡ് ആൻഡ് റിപ്പയർ ടിഷ്യൂസ്, അല്ലെ? അതായത് ശരീരത്തിൽ മുറിവോ ചതവോ അല്ലെങ്കിൽ സെൽ ഗ്രോത്തിനൊക്കെ പ്രോട്ടീൻസ് ആണ് വേണ്ടത്. പിന്നെ ഫാറ്റ് എന്താണ്? സപ്പോർട്ട് ബോഡി ഫങ്ഷൻസ് ആൻഡ് ബ്രെയിൻ ഫങ്ഷൻസ് എസ്പെഷ്യലി. ദെൻ ന്യൂട്രിയൻസ് ആൻഡ് ദെയർ റോൾസ്. ന്യൂട്രിയൻസ് ഗിവ് us എനർജി, അല്ലെ? ന്യൂട്രിയൻസ് ആണ് നമുക്ക് എനർജി തരുന്നത്. പ്രവൃത്തി ചെയ്യാനോ ഓടാനും ചാടാനും ഒക്കെ ഉള്ള കഴിവ് തരുന്നത് ന്യൂട്രിയൻസ് ആണ്. ഹെൽപ്പ് ബിൽഡ് ആൻഡ് റിപ്പയർ ബോഡി. നമ്മുടെ ശരീരം, അല്ലെ, സെൽ ഗ്രോത്തിനും സെൽ റിപ്പയറിനും ടിഷ്യൂ റിപ്പയറിനും മസിൽ ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്നത് ന്യൂട്രിയൻസ് ആണ്. സപ്പോർട്ട് ലൈഫ് പ്രോസസ്, അല്ലെ? ലൈഫിലെ എല്ലാ പ്രോസസ്സിനും എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. സം ഡു നോട്ട് ഗിവ് എനർജി ബട്ട് ആർ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ എനർജി തരുന്നുണ്ടാവില്ല. അതായത് ഇപ്പൊ പ്രോട്ടീൻസ് നമുക്ക് എനർജി തരുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. പ്രോട്ടീൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് മസിൽ ഗ്രോത്തിന്, അതുപോലെ തന്നെ സെൽ ഗ്രോത്തിന്, സെൽ റിപ്പയറിനൊക്കെ വേണം. നീഡഡ് ഇൻ ഡിഫറെന്റ് എമൗണ്ട്സ്. ഓരോ ന്യൂട്രിയൻസിനും ഓരോ അളവിലുള്ള ഇൻടേക്ക് ആണ്, അല്ലെങ്കിൽ ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ ഓരോ അളവിലാണ് നമ്മുടെ ശരീരം അത് ആവശ്യപ്പെടുന്നത്, ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ദെൻ types of nutrients, macronutrients and micronutrients, അല്ലെ? മാക്രോന്യൂട്രിയൻസ് എനർജി തരുന്നു, മൈക്രോന്യൂട്രിയൻസ് ബോഡി പ്രോസസ്സിനാണ് ഉപയോഗിക്കുന്നത്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കാർബോഹൈഡ്രേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മെയ്ഡ് ഓഫ് കാർബൺ, പേര് പോലെ തന്നെ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എന്തിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? നമ്മൾ സാധാരണയായി കഴിക്കുന്ന, ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. ഗ്രെയിൻസ്, അല്ലെ, ധാന്യങ്ങളിൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇതിലൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത്. ഗിവ് എനർജി ടു ദ ബോഡി, അല്ലെ? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നൽകുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിന്റെ ഫങ്ഷൻ. 3 തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ട്, അല്ലെ? അതായത് ഷുഗർ, സ്റ്റാർച്ച്, ഫൈബർ. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹെൽപ്പ് കീപ് ഹാർട്ട് ആൻഡ് ഷുഗർ ലെവൽസ് ഹെൽത്തി. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഷുഗർ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാറുണ്ട് ചോറൊക്കെ കുറച്ച് കഴിക്കാം. അതായത് ഈ എന്താ പറയാ, ഷുഗറിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ ഇതില് എന്താ പറയാ, സ്റ്റാർച്ചും ഫൈബറും ഒക്കെ കാർബോഹൈഡ്രേറ്റിലുണ്ട്. അപ്പൊ അതില് ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുക. സ്റ്റാർച്ച് കൂടിക്കഴിഞ്ഞാൽ, ഷുഗറൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഷുഗറും അതിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ദെൻ പ്രോട്ടീൻസ് ആണ് നെക്സ്റ്റ്. ബിൽഡ് മസിൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു സെൽ ഗ്രോത്തിന്റെ കാര്യമൊക്കെ. സ്കിൻ, ഓർഗൻസ്, അല്ലെ? നീഡഡ് ടു റിപ്പയർ ബോഡി ടിഷ്യൂസ്. നമുക്കറിയാം കാലക്രമേണ നമ്മുടെ ബോഡി ടിഷ്യൂസ് ഒക്കെ ഡീക്കേ ആവുന്നു. അപ്പൊ അതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് പ്രോട്ടീൻസ് ആർ വെരി ഇസെൻഷ്യൽ ഫോർ അവർ ബോഡി. ഫൗണ്ട് ഇൻ ബീൻസ്, മിൽക്ക്, എഗ്, ഫിഷ്. എന്തിലൊക്കെ പ്രോട്ടീൻ ഉണ്ടാവുക? അല്ലെ, ബീൻസ്, അതായത് പയർവർഗ്ഗങ്ങളില്, മിൽക്ക്, എഗ്, ഫിഷിലൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്. മെയ്ഡ് ഓഫ് നൈട്രജൻ. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ? നൈട്രജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, 1/6 ഓഫ് പ്രോട്ടീൻ ഈസ് നൈട്രജൻ. നൈട്രജൻ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്.
Then fat. അടുത്ത ന്യൂട്രിയന്റ് ആണ്, മാക്രോ ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്. ഗിവ് മോർ എനർജി ദാൻ കാർബ്. കാർബോഹൈഡ്രേറ്റിനേക്കാളും എനർജി തരുന്നത് ഫാറ്റ് ആണ് നമുക്ക്. അതായത് എന്താന്ന് വെച്ചാൽ ഹെൽപ്പ് അബ്സോർബ് വൈറ്റമിൻസ്. ഈ വൈറ്റമിൻസ് ലയിക്കുന്നത് ഫാറ്റിലാണ്. ഓക്കെ, അപ്പൊ വൈറ്റമിൻസ് നമുക്ക് ശരീരത്തിന് ആഗിരണം ചെയ്യണമെങ്കിൽ നമുക്ക് ആ അളവിൽ ഫാറ്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. യൂസ്ഡ് ഫോർ ടെമ്പറേച്ചർ കൺട്രോൾ, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ കൺട്രോളിന് ഫാറ്റ്സ് ആർ വെരി എസെൻഷ്യൽ. ഫൗണ്ട് ഇൻ മീറ്റ്, എഗ്സ്, ഡയറി ആൻഡ് നട്ട്സ്. ഇതിലൊക്കെയാണ് ഇറച്ചി, അല്ലെ? അതുപോലത്തെ സംഭവങ്ങൾ. കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഫൈബർ. ഫൈബർ വളരെ എസെൻഷ്യൽ ആണ്, അല്ലെ, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്. ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതാണ്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം നന്നാവും, അല്ലെ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഹെൽപ്സ് ഇൻ ഡൈജഷൻ, റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡിസീസസ്. നല്ല ഫൈബർ ഉള്ള ഭക്ഷണം കഴിച്ചാൽ ഡിസീസ് എന്താണ്, നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ കുറയും. റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡിസീസസ്. ലോ ഇൻ കാലറീസ്. കാലറി കുറവാണ്, അതാണ് ഫൈബർ ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ വല്ലാതെ തടിക്കൊന്നുമില്ല. സപ്പോർട്ട്സ് എ ഹെൽത്തി ഗട്ട്. ഗട്ട് എന്ന് പറഞ്ഞു വെച്ചാൽ വയറിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക്, ഡൈജഷന്, അല്ലെ, ഒക്കെ ഫൈബർ ഇസെൻഷ്യൽ ആണ്. ഇനി വാട്ടർ. വെള്ളം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. 50 to 70% ഓഫ് അവർ ബോഡി ഈസ് വാട്ടർ. അപ്പൊ വെള്ളം ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ വെള്ളം കുടിച്ച ആ വെള്ളം തന്നെ നമ്മുടെ ശരീരത്തിലുള്ളത്. സോ വി ഷുഡ് ഹാവ് ടു കെയർ അബൌട്ട് ഡ്രിങ്കിങ് വാട്ടർ. ദെൻ ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. നമുക്കറിയാം വേസ്റ്റിന് പുറന്തള്ളാനായിട്ട്, വേസ്റ്റ് ഒക്കെ വാട്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ യൂണിവേഴ്സൽ സൊല്യൂഷൻ ആണ്. അതായത് എല്ലാം അതിൽ, മിക്കവാറും എല്ലാ സാധനങ്ങളും അതിൽ ലയിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് ഒക്കെ അതിൽ ലയിച്ചിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. മെയിൻറ്റെയിൻസ് ബോഡി ടെമ്പറേച്ചർ. ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ്, ജ്യൂസസ് ആൻഡ് ഡ്രിങ്ക്സ്. അല്ലെ, വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ട്സിലൂടെയൊക്കെ നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. നീഡഡ് ഫോർ അവർ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മുടെ ബോഡിയിൽ നിറയെ ഫ്ലൂയിഡ് ആണ്, ബ്ലഡ് ഉൾപ്പെടെയുള്ള എല്ലാ ഫ്ലൂയിഡിനും വെള്ളം വേണം. ദെൻ മിനറൽസ്, അല്ലെ, അതായത് മൈക്രോ ന്യൂട്രിയന്റ് ആണ്. നീഡഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. കുറച്ച് മതി, പക്ഷെ വളരെ ഇസെൻഷ്യൽ ആണ്. ഫൗണ്ട് ഇൻ ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഹെൽപ്പ് ബോഡി ഫങ്ഷൻസ്, അല്ലെ, എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡി ഫങ്ഷൻസിന്. ബിൽഡ് ബോൺസ്, മസിൽസ്, ടീത്ത്, അല്ലെ, കാൽസ്യം, അങ്ങനത്തെ കുറെ മിനറൽസ് ഉണ്ട്. അയൺ, കാൽസ്യം, കുറെ മിനറൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ക്യാരി ഓക്സിജൻ ഇൻ ദ ബോഡി, അല്ലെ, ഹീമോഗ്ലോബിനിലാണ്, അതിലാണ് എന്തുള്ളത്, അയേൺ ഉള്ളത്. അപ്പൊ ഓക്സിജൻ ശരീരത്തിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ സെല്ലിലും എത്തിക്കുന്നത് ഈ ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയൺ വളരെ ഇസെൻഷ്യൽ ആണ് നമ്മുടെ ശരീരത്തിന്. അപ്പൊ അതുകൊണ്ട് തന്നെ, പക്ഷേ ഫുഡിലുള്ള അയൺ കേട്ടോ, നാളെ മുതൽ ഒരു അയണിന്റെ ഒരു സാധനം കടിച്ച് ചമച്ച് നിന്നിട്ട് കഴിച്ചില്ല, ഫുഡിൽ നിന്ന് വേണം അത് ഇൻടേക്ക് ചെയ്യാനായിട്ട്. ദെൻ വൈറ്റമിൻസ്, അനദർ മൈക്രോ ന്യൂട്രിയന്റ് ആണ് വൈറ്റമിൻ. നീഡഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. ഹെൽപ്പ് ബോഡി സ്റ്റേ സ്ട്രോങ്. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ, വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. സ്ട്രോങ് ആൻഡ് ഹെൽത്തി, നമ്മുടെ ശരീരം സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിരിക്കാൻ വൈറ്റമിൻസ് ആർ വെരി ഇസെൻഷ്യൽ. ദെൻ ഫൗണ്ട് ഇൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ഡയറി. ഡയറി മീൻസ് ഡയറി പ്രോഡക്ട്സ്, പാല്, തൈര്, വെണ്ണ, അങ്ങനത്തെ സംഭവങ്ങളില്ലേ. ദെൻ ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. വൈറ്റമിൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു, രോഗപ്രതിരോധ ശേഷി കുറയുന്നു. ഹെൽപ്പ് ഇൻ മെറ്റാബോളിസം. മെറ്റാബോളിസം എന്ന് പറഞ്ഞു വെച്ചാൽ ആഹാരം ദഹിപ്പിച്ച് എനർജി ഇൻടേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് മെറ്റാബോളിസം. ഹീലിംഗ്. ഹീലിംഗ് പറഞ്ഞു വെച്ചാൽ അതായത് മുറിവൊക്കെ ഉണങ്ങാൻ, അതുപോലെ എന്താ പറയാ, നമ്മുടെ അസുഖം മാറാനും ഒക്കെ വൈറ്റമിൻസ് വളരെ അത്യാവശ്യമാണ്. ദെൻ ന്യൂട്രിയൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എനർജി തരുന്നു, ബിൽഡ് ആൻഡ് റിപ്പയർ ടിഷ്യൂസ്, ഹെൽപ്പ് ഇൻ വൈറ്റമിൻ അബ്സോർപ്ഷൻ, അല്ലെ, വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലേക്ക്. ഫാറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ഹെൽപ്പ് മേക്ക് കൊളാജൻ. ദെൻ ഹെൽപ്പ് ബോൺസ് ആൻഡ് ലിഗമെന്റ്സ് സ്ട്രോങ്. ഓക്കെ, കൊളാജൻ ഉണ്ടാക്കുന്നതിൽ വളരെ ഹെൽപ്ഫുൾ ആണ് ന്യൂട്രിയൻസ്, അതർവൈസ് നമ്മുടെ ബോഡി വളരെ വീക്ക് ആവും. ദെൻ ലിഗമെന്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബോൺസ് ആൻഡ് ലിഗമെന്റ്സ് ഒക്കെ സ്ട്രോങ് ആവാനായിട്ട് ന്യൂട്രിയൻസ് ആർ വെരി ഇസെൻഷ്യൽ. ദെൻ കീപ്പ് ബ്ലഡ് വെസൽസ് ഹെൽത്തി. നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാനായിട്ട് എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ ദ ബോഡി. ബോഡി ബാലൻസിന് എന്താണ്? ന്യൂട്രിയൻസ് ആർ വെരി ഇസെൻഷ്യൽ. ബ്രെയിൻ ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മസിൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ന്യൂട്രിയൻസ് വേണം. സ്ട്രെങ്തൻ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ ന്യൂട്രീഷൻസ് ആർ വെരി ഇസെൻഷ്യൽ.
ഫുഡ്സ് ആൻഡ് ഫുഡ് ഗ്രൂപ്പ്സ്. ഇനി ഭക്ഷണത്തെ പറ്റിയിട്ടാണ്. ഫുഡ് കംസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അല്ലെ. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എക്സ്ക്യൂസ് മീ ഒന്നുകിൽ സസ്യങ്ങളിൽ നിന്നാവാം അല്ലെങ്കിൽ അനിമൽസിൽ നിന്നാവാം. അതുപോലെ തന്നെ ഫുഡിൽ എന്തൊക്കെയുണ്ട്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് ഇൻക്ലൂഡ്സ് ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾസ് അല്ലെ. വെജിറ്റബിൾസും ധാന്യങ്ങളൊക്കെയാണ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനിമൽ ബേസ്ഡ് ഫുഡ് ഏതൊക്കെയാണ്? മിൽക്ക്, മീറ്റ്, എഗ് ഒക്കെ അനിമൽ ബേസ്ഡ്, അനിമൽസ് തരുന്നതാണ്. ഓൾ ഫുഡ് സോഴ്സസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഇനി പ്ലാന്റ് ഫുഡ്, സെറിയൽസ് അല്ലെ, ധാന്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെ ധാന്യങ്ങൾ? വീറ്റ്, റൈസ്, മെയ്സ്, മില്ലറ്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ധാന്യങ്ങളൊക്കെ. ദെൻ റിച്ച് ഇൻ ധാന്യങ്ങൾ എന്തൊക്കെയാണ് തരുന്നത്? നമുക്ക് കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, മിനറൽസ് ഒക്കെ തരുന്നുണ്ട്. ഫാറ്റ് വളരെ കുറവാണ് എന്തില്? ധാന്യങ്ങളില്. ദെൻ ഗിവ്സ് 4 calories per gram. ഓരോ ഗ്രാമിൽ 4 കാലറികൾ വീതം നല്ല എനർജി തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ എനർജി നമ്മുടെ ശരീരത്തിന് തരുന്നത്. ഹെൽത്തി ബേസ് ഫോർ മീൽസ് അല്ലെ. നമ്മള് മിക്കവാറും മെയിൻ ഡിഷ് എന്ന് പറഞ്ഞാൽ മീൽ തന്നെയാണ് അല്ലെ. ചോറ് ആണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും. അതിലൊക്കെ ധാന്യങ്ങളാണുള്ളത്. ദെൻ പൾസസ് ആൻഡ് ലെഗ്യൂംസ്. പിന്നെ അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, പീസ്, സോയ, അതിനെയൊക്കെ നമ്മൾ പൾസസ് ആൻഡ് ലെഗ്യൂംസ് എന്ന് പറയുന്നത്. അപ്പൊ അതില് പ്രോട്ടീൻസ് വളരെ കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എ, ബി, സി വൈറ്റമിൻസ് ഉണ്ട്. പിന്നെ ഷുഗർ, സ്റ്റാർച്ച് അല്ലെ, ഇതൊക്കെ ഈ പയറുവർഗ്ഗങ്ങളിലുണ്ട്. മസിലിനും അതുപോലെ തന്നെ എനർജി ഉണ്ടാക്കാനൊക്കെ ഈ പ്രോട്ടീൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ഉണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, പൊട്ടാറ്റോ, ഇതൊക്കെയാണ് എന്ത്? റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അതിൽ സ്റ്റാർച്ച് കൂടുതലാണ്. പ്രോട്ടീൻ, ചിലതിൽ പ്രോട്ടീൻ നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ള ട്യൂബേഴ്സ് ആർ ദയർ. ഫാറ്റ് ഇല്ല. അപ്പൊ അത് കഴിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ തടി വയ്ക്കൊന്നുമില്ല, എനർജി സോഴ്സ് ആണ്. ദെൻ ഗ്രീൻ വെജിറ്റബിൾസ്, പ്ലാന്റ് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് പച്ചക്കറികൾ, പച്ച നിറത്തിലുള്ള കറികൾ. ഓക്കെ, പച്ചയാവണമെന്നില്ല കേട്ടോ. ഓക്കെ, എനിവേ ഈ പച്ചക്കറികളുടെ കഥ എന്താണ്? ലീവ്സ് ആൻഡ് സ്റ്റാക്സ് അല്ലെ. പ്ലാന്റിന്റെ ഇലകളും അതുപോലെ തന്നെ തണ്ടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ദെൻ ഹൗ പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻസ് അല്ലെ. അതിലൊക്കെ നല്ല വൈറ്റമിൻസിന്റെ ഏതൊക്കെ വൈറ്റമിൻ ആണുള്ള? എ, ബി, സി, ഇ, കെ. ഈ ലീവ്സ് ഒക്കെ കഴിക്കുമ്പോൾ, മുരിങ്ങയൊക്കെ കഴിക്കണം എന്ന് പറയില്ല, വൈറ്റമിൻ എ ഈസ് വെരി റിച്ച് ഇൻ ലീവ്സ്. ദെൻ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റഡ് ആവും. ഇമ്മ്യൂണിറ്റിക്ക് വളരെ എസെൻഷ്യൽ ആണ് ഗ്രീൻ വെജിറ്റബിൾസ്. ദെൻ ഫംജി. ഫംജി പറഞ്ഞ മഷ്റൂംസ് ഒക്കെ ഫംജി ആണ്, ഫംഗസ് ആണ് മഷ്റൂം പറഞ്ഞു കഴിഞ്ഞാൽ. ഹൈ വാട്ടർ കണ്ടന്റ് ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജലാംശം നിലനിർത്തുന്നു. ലോ ഇൻ പ്രോട്ടീൻ, പക്ഷെ പ്രോട്ടീൻ കുറവാണ് ഫംഗസിൽ അല്ലെങ്കിൽ ഫംജിയിൽ. ലോ ഫുഡ് വാല്യൂ, ക്യാൻ ബി ആഡഡ് ഫോർ ടേസ്റ്റ്. ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അല്ലാതെ വളരെ ന്യൂട്രീഷ്യസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ദെൻ ഫ്രൂട്ട്സ് അല്ലെ. ഫ്രൂട്ട്സിൽ കൂടുതലുള്ളത് ഷുഗർ ആൻഡ് ആസിഡ്സ്. മധുരവും പുളിപ്പും അല്ലേ ഉള്ളത്. മധുരം എന്ന് പറഞ്ഞാൽ ഷുഗർ, പുളി എന്ന് പറഞ്ഞാൽ ആസിഡ്. അതാണ്. ഫുൾ ഓഫ് വൈറ്റമിൻസ് ആണ്. നല്ല ഒരുപാട് വൈറ്റമിൻ റിസോഴ്സസ് ഉള്ളതാണ് ഫ്രൂട്ട്സ് ഒക്കെ. നമുക്ക് ദഹിക്കാൻ എളുപ്പമാണ്. ഫൈബർ ഉണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം ഒരു ഏജ് കഴിഞ്ഞ് ഒരു ആഫ്റ്റർ 30 ഒക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചാൽ മതി. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് തന്നെ വേണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് ഫുഡ്, സീഡ്സ് ആൻഡ് നട്ട്സ് അല്ലെ. അപ്പൊ ഇത് നമ്മള് മിക്കവാറും ഇപ്പൊ കഴിക്കുന്നതാണ് സീഡ്സ് ആൻഡ് നട്ട്സ് ഒക്കെ. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലെ. പീനട്ട് ഈസ് ഇനഫ് അല്ലെ, കടല കഴിച്ചാൽ മതി. സിസാമെ, അതുപോലെ തന്നെ പംകിൻ സീഡ്സ്, ആൽമണ്ട്സ്, ഓക്കെ, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. കാഷ്യൂ. ദെൻ ഹൈ ഇൻ പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. അതിൽ പ്രോട്ടീനും ഉണ്ട് ഫാറ്റും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിഷ്യൂസിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഫാറ്റ് ഉള്ളത് കാരണം നമ്മുടെ ബ്രെയിനിന് വളരെ എസെൻഷ്യൽ ആണ്. ബോഡി ഫങ്ഷൻസിനൊക്കെ ഈ സീഡ്സ് നട്ട്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹൗ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഗുഡ് ഫോർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ അല്ലെ, ഫാറ്റ് ഉള്ളത് കാരണം. ദെൻ ഹെൽപ്പ് ഇൻ എനർജി സ്റ്റോറേജ്, അതുപോലെ തന്നെ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതായത് ഇതിൽ നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുന്നു മാത്രമല്ല, അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ, അല്ലെങ്കിൽ അതിനുള്ള ഒരു എബിലിറ്റി കൂടെ ഈ
എന്താ പറയാ സീഡ്സും നട്ട്സും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അതായത് നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്ന തരത്തിലുള്ള ഫുഡാണ്. പിന്നെ വേറൊരു കാര്യം, ഷുഗർ ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ നട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അവർക്ക് എനർജി ഉണ്ടാവും, പക്ഷേ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഇൻടേക്ക് അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ വിശപ്പും മാറും, ന്യൂട്രീഷ്യസ് ആണ്. ദെൻ അനിമൽ ഫുഡ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീറ്റ് തന്നെയാണ് അല്ലെ. മട്ടൺ, ബീഫ്, പോർക്ക്, ചിക്കൻ, അതൊക്കെയാണ് അനിമൽ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പ്രോട്ടീൻ റിച്ച് ആണ്. അതാണ് ഈ ജിമ്മിൽ പോണ ആൾക്കാർ മീറ്റ് ഒക്കെ കഴിക്കണം എന്ന് പറയല്ലേ. അതുപോലെ അയൺ കണ്ടന്റ് ഉണ്ട് അല്ലെ. അയൺ ബ്ലഡ് ഉണ്ടാവാനൊക്കെ, ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ അയൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വൈറ്റമിൻ ബി ഗ്രൂപ്പ് അല്ലെ, അത് റിച്ച് ആണ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗുഡ് ഫോർ സ്ട്രെങ്ത് അല്ലെ, നമുക്കറിയാം നല്ല മീറ്റ് ഒക്കെ കഴിച്ച ആൾക്കാർ ഭയങ്കര സ്ട്രോങ് ആവും. പിന്നെ അതുപോലെ ഡയറി പ്രൊഡക്ട്സ്, അതായത് പാല്, തൈര്, വെണ്ണ, മിൽക്ക്, കർഡ്, ബട്ടർ ആൻഡ് ചീസ്, ദേ ആർ ഡയറി പ്രൊഡക്ട്സ്. പിന്നെ അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, ഡയറി പ്രൊഡക്ട്സിൽ വളരെ എസെൻഷ്യൽ ആണ് ഫോർ അവർ ബോഡി ഫങ്ഷൻസ്. ഗുഡ് ഫോർ ബോൺസ് അല്ലെ, കാൽസ്യം ഉള്ളത് കാരണം ബോൺസിന് നല്ലതാണ്. ഹാസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, വൈറ്റമിൻസും മിനറൽസും റിച്ച് ആണ് ഇതില് ഡയറി പ്രൊഡക്ട്സിൽ. മിൽക്ക് ഈസ് കംപ്ലീറ്റ് ഫുഡ് ഫോർ കിഡ്സ്, കുട്ടികൾക്ക് പാല് കുട്ടികൾക്ക് കേട്ടോ എന്താണ് സമീകൃത ആഹാരമാണ്, അതിലെല്ലാം ഉണ്ട്. ഇനി ഫിഷിലും അതുപോലെ ഒരുപാട് പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. വൈറ്റമിൻ ബി ആണ്, വൈറ്റമിന്റെ കാര്യത്തിൽ ബി ആണ് അടങ്ങിയിട്ടുള്ളത്. ചില ഫിഷിലൊക്കെ എ ഒക്കെ ഉണ്ട്. ഹാസ് ഹെൽത്തി ഫാറ്റ്സ് അല്ലെ, ഫാറ്റ് ഉണ്ട് പക്ഷെ അത് ഹെൽത്തി ആണ്, നമ്മുടെ ബ്രെയിന് വളരെ എസെൻഷ്യൽ ആണ്. ഫാറ്റ് കോണ്ടന്റ് വാരീസ് ബൈ ടൈപ്പ്, ഓരോ ഫിഷിലും ഓരോ രീതിയിലാണ് ഫാറ്റ്. ഗുഡ് ഫോർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ, ഫിഷ് കഴിച്ചാൽ നല്ല ഹാർട്ടിനും ബ്രെയിനൊക്കെ നല്ലതാണ് ഫിഷ്. പിന്നെ എഗ്ഗിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, റിച്ച് ഇൻ വൈറ്റമിൻ ബി ആൻഡ് അയൺ അല്ലെ. പിന്നെ അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഉണ്ടാവും. എഗ് വൈറ്റ് ഒക്കെ കഴിക്കുമല്ലോ ജിമ്മിൽ പോണ ആളുകളൊക്കെ. അപ്പൊ ഈ അതിലെ എഗ്ഗിലെ യോക്ക്, അതായത് യെല്ലോ എന്ന് പറയുന്നതാണ് ഫാറ്റ് ആയിട്ട് വരുന്നത്. ദെൻ സപ്പോർട്ട്സ് ഗ്രോത്ത്, ഈസി ടു കുക്ക് ആൻഡ് ഈറ്റ്, അതുകൊണ്ട് തന്നെ എഗ്ഗ് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂലോ. ദെൻ ഈറ്റ് സ്മാർട്ട്, സ്റ്റേ ഹെൽത്തി, അതായത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നന്നായി ഭക്ഷണം കഴിക്കുക, സ്മാർട്ട് ആവുക, ഹെൽത്തി ആവുക. ന്യൂട്രീഷൻ ഹെൽപ്സ് ബോഡി ഗ്രൂ ആൻഡ് സ്റ്റേ സ്ട്രോങ് അല്ലെ. നമ്മുടെ ന്യൂട്രീഷ്യൻസ് ഇൻടേക്കിലൂടെ നമ്മുടെ ശരീരം നല്ല സ്മാർട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ഒക്കെ ആയി മാറും, നല്ല രീതിയിൽ വളർച്ചയുണ്ടാവും. ഇല്ല, കുട്ടികൾക്കൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം, നല്ല രീതിയിൽ വളരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. Then food gives us nutrients. Choose both plant and animal foods. ഏതെങ്കിലും ഒന്ന് കഴിക്കരുത്. വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ അതിന് സപ്ലിമെന്റ് കഴിക്കേണ്ടി വരും ചിലപ്പോൾ, മീൻസ് മേ ബി ടാബ്ലറ്റ് ഒക്കെ. ഡ്രിങ്ക് ഇനഫ് വാട്ടർ ഡെയിലി. അവോയ്ഡ് പ്രോസസ്ഡ് ആൻഡ് ജങ്ക് ഫുഡ്. ഇതല്ലാതെ പ്രോസസ്ഡ് ആൻഡ് ജങ്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ശരീരം വീക്ക് ആവുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് റെക്കമെൻഡഡ് ഡയറ്ററി അലോവൻസസ്. ഈ ഡയറ്ററി അലോവൻസസ് ഏതൊക്കെയാണ്, അതായത് എന്തൊക്കെ കഴിക്കാം, RDA റെക്കമെൻഡഡ് ഡയറ്ററി അലോവൻസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് കഴിക്കാം ഡെയിലി. RDA refers to the average daily dietary intake level. നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട ഒരു ആവറേജ് ഡയറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മീറ്റ്സ് ദി ന്യൂട്രിയൻസ് റിക്വയർമെന്റ്സ് ഓഫ് നിയർലി ഓൾ ഹെൽത്തി ഇൻഡിവിജ്വൽസ്. ഹെൽത്തി ആയിരിക്കാനായിട്ട് എന്തൊക്കെ കഴിക്കണം ഒരു ദിവസം അല്ലെ, എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത് ഒരു മനുഷ്യന്. ഇറ്റ് ഈസ് സെറ്റ് ബേസ്ഡ് ഓൺ ഏജ്, ജെൻഡർ ആൻഡ് ഫിസിയോളജിക്കൽ സ്റ്റേറ്റസ്. അതായത് ഇപ്പോ കുട്ടികൾക്കുള്ള പോലെയല്ല മുതിർന്നവർക്ക് ഉണ്ടാവുക, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഡിഫറെന്റ് ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റസ് അല്ലെ, നമ്മുടെ തടിയും വലുപ്പവും അതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. യൂസ്ഡ് ടു അസസ് ആൻഡ് പ്ലാൻ ഡയറ്ററി ഇൻടേക്ക്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹെൽപ്സ് പ്രിവെന്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അത് കീപ്പ് ചെയ്യുന്നതിലൂടെ, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും കുറയ്ക്കാൻ പറ്റും. ഇസെൻഷ്യൽ ആട്രിബ്യൂട്ട്സ് ഓഫ് RDA എന്തൊക്കെയാണത്, ഡയറ്ററി ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ബേസ്ഡ് ഓൺ സയന്റിഫിക് റിസർച്ച്, അതായത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. കൺസിഡേഴ്സ് ബയോ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഈ ഡയറ്ററി സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. വാരീസ് വിത്ത് ഏജ്, ജെൻഡർ, ആക്ടിവിറ്റി, റിഫ്ലെക്ട്സ് കറന്റ് ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് നീഡ്സ്. ഓരോ രോഗങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്.
ഇപ്പൊ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്. സാധാരണ ആളുകൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അപ്പൊ അവരുടെ ഷുഗർ ഒക്കെ കൂടുതലാവാം. യൂസ് എ ഗൈഡ് ലൈൻ, നോട്ട് എ സ്ട്രിക്റ്റ് റൂൾ. ഒരു ഗൈഡ് ലൈൻ വെച്ചിട്ട് ചെയ്യാം, ഒരു സ്ട്രിക്റ്റ് റൂൾ ആയിട്ടല്ല, പക്ഷെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് വെരി ഇസെൻഷ്യൽ ഫോർ അവർ ഹെൽത്തി ലൈഫ്. പിന്നെ വേരിയസ് ആപ്ലിക്കേഷൻസ് യൂസ്ഡ് ഇൻ പ്ലാനിങ് ന്യൂട്രീഷൻ പ്രോഗ്രാം. അതായത് ന്യൂട്രീഷൻ അനുസരിച്ചിട്ട് ആണ് പ്ലാൻ ചെയ്യുന്നത് ഡയറ്റ്. ബേസിസ് ഓഫ് ന്യൂട്രീഷണൽ ലാബലിംഗ്, അതായത് ന്യൂട്രീഷന്റെ കാലറി ഒക്കെ അനുസരിച്ചിട്ടാണ് അത് അതിന്റെ കോണ്ടന്റ്, രാവിലെ എന്ത് കഴിക്കണം ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ഹെൽപ്സ് ഇൻ ഫോർമുലേറ്റിംഗ് ബാലൻസ്ഡ് ഡയറ്റ്സ് യൂസ്ഡ് ഇൻ ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള ആളുകൾക്ക് അറിവ് നൽകുന്നു. അസിസ്റ്റ് ഇൻ അസസിങ് ഡയറ്ററി അഡിക്വേസി. ഇനി എന്താണ് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഈ റെക്കമെൻഡേഷനിലൂടെ നമുക്ക് മനസ്സിലാവും. ദെൻ ICMR's RDA ഫോർ ഇന്ത്യൻസ്. ഓക്കെ, ഇന്ത്യൻസിന് പറയുന്ന ഡയറ്ററി കൺസേൺസ് എന്തൊക്കെയാണ്? കൺസിഡേഴ്സ് ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അതാണ് ICMR ഈസ് വെരി മച്ച് കോൺസെൻട്രേറ്റിംഗ്. Then includes allowances for macro and micronutrients. മൈക്രോന്യൂട്രിയൻസും വേണം, മൈക്രോന്യൂട്രിയൻസ് വേണം. മറന്നിട്ടില്ലല്ലോ, മാക്രോ പറഞ്ഞു വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വാട്ടർ. അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ദെൻ റിവൈസ്ഡ് പീരിയോഡിക്കലി ബേസ്ഡ് ഓൺ ന്യൂ ഡേറ്റ. അതായത് ഇറ്റ് ഈസ് ഇവോൾവിങ് അല്ലെ, ഓരോ സമയത്തായിരിക്കും ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. സോ അതിനനുസരിച്ച് മാറ്റം ഡയറ്റുകളിലും അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഫുഡ് അല്ലെ ഒരുപാട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഗൈഡ്സ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പോളിസീസ് ഇൻ ഇന്ത്യ. ഇതൊക്കെയാണ് ICMR's RDA പ്ലാൻസ് ഫോർ ഇന്ത്യൻസ്. ഡെഫിനിഷൻ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ബാലൻസ്ഡ് ഡയറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഇസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലെ, എല്ലാ അത്യാവശ്യമായിട്ടുള്ള ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ ഒരു ബാലൻസിനെയാണ്, അല്ലെങ്കിൽ അതന്നെയാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരണം അല്ലെ, അതിനനുസരിച്ച് നമ്മുടെ ഫുഡിനെ ബാലൻസ് ചെയ്യുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. നമ്മുടെ ആരോഗ്യവും അതുപോലെ തന്നെ എന്താ പറയാ വെൽബീയിങ് അല്ലെ, സന്തോഷവും അതുപോലെ തന്നെ എന്താ പറയാ വെൽബീയിങ് എന്ന് പറഞ്ഞു വെച്ചാൽ ആരോഗ്യവും അതുപോലെ സന്തോഷവും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ ഡയറ്റ്. പ്രൊവൈഡ്സ് പ്രോപ്പർ പ്രൊപ്പോർഷൻസ് ഓഫ് ഫുഡ് ഗ്രൂപ്പ്സ് അല്ലെ, ഒരു ഫുഡ് ഗ്രൂപ്പ് ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ് കഴിക്കേണ്ടത്, അപ്പോഴാണ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമുക്ക് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ആവുന്നുള്ളൂ. പ്രിവെന്റ്സ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, സപ്പോർട്ട്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇതൊക്കെ ഉണ്ടാവും ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? അഡിക്വേറ്റ് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് എനർജി. വെറൈറ്റി അല്ലെ, ന്യൂട്രിയൻസും എനർജി അതിനനുസരിച്ചിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. വെറൈറ്റി ഓഫ് ഫുഡ്സ് ഇൻക്ലൂഡഡ്. പ്രൊപ്പോർഷനേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രൂപ്പ്സ്. പല രീതിയിലുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ മീറ്റ് മീൻസ് അനിമൽ ഫുഡും പ്ലാന്റ് ഫുഡും വാട്ടറും എല്ലാത്തിലും ഈ ബാലൻസ്ഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനിമൈസസ് എക്സസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഷുഗേഴ്സ്. അതുപോലെ തന്നെ ഷുഗർ അധികം എക്സസ് ആയിട്ടുള്ള ഷുഗറും ഫാറ്റും ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല അല്ലെ, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ട്സ് ഓവറോൾ ഹെൽത്ത്. കോമ്പോസിഷൻ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. അതിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ? കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം, മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് അല്ലെ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഫൈബർ ആൻഡ് വാട്ടർ. ഇൻക്ലൂഷൻ ഓഫ് ഓൾ 5 ഫുഡ് ഗ്രൂപ്പ്സ് അല്ലെ, ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പുകളും ഈ ബാലൻസ്ഡ് ഡയറ്റിൽ ഉണ്ടായിരിക്കും. അഡ്ജസ്റ്റഡ് ഫോർ ഏജ് ആൻഡ് ആക്ടിവിറ്റി ലെവൽ. അതായത് കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടുള്ളൂ. കുറച്ചൊരു ആഫ്റ്റർ 30 ഒന്നും അത്ര കൂടുതൽ ഭക്ഷണം ഒന്നും കഴിക്കേണ്ട, ബിക്കോസ് കാരണം ഗ്രോത്ത് ഇല്ലല്ലോ, വളർച്ചയൊക്കെ നിന്ന് പോയൊരു ഏജ് ആണ്. അപ്പോൾ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫുഡ് പിരമിഡ്. ഇനി ഫുഡ് പിരമിഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേറ്റ്സ് ഓപ്റ്റിമൽ ഫുഡ് ഇൻടേക്ക് പ്രൊപ്പോർഷൻസ് അല്ലെ, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അതിന്റെ പ്രൊപ്പോർഷനെയാണ് ഫുഡ് പിരമിഡ് എന്ന് പറയുന്നത്. എൻകറേജസ് ഹെൽത്തി ഫുഡ് ചോയ്സസ് അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചോയ്സ് ആണ് ഇവിടെ പറയുന്നത്. പ്രൊമോട്ട്സ് വെറൈറ്റി ആൻഡ് മോഡറേഷൻ. പലതരത്തിലുള്ള ഫുഡ് കഴിക്കണം, പക്ഷെ ഇൻ എ ലിമിറ്റഡ് വേ. ഹെൽപ്സ് ഇൻ മീൽ പ്ലാനിങ്. എഡ്യൂക്കേറ്റ്സ് അബൌട്ട് ബാലൻസ്ഡ് ന്യൂട്രീഷൻ. ബാലൻസ്ഡ് ന്യൂട്രീഷൻ വേണം, കാരണം ഒരു ന്യൂട്രീഷനും അധികമാവാനും പാടില്ല, കുറയാനും പാടില്ല. ദെൻ എനർജി, പ്രോട്ടീൻ, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം.
വളരെ essential ആണ്. And their sources, functions and effects of the deficiencies. ഇനി ഇതിന്റെ സോഴ്സ് എന്താണ്, അതുപോലെ തന്നെ അതിന്റെ അത് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ഇതിന്റെ കുറവ് മൂലം, ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സോഴ്സസ് ഓഫ് പ്രോട്ടീൻ എന്തൊക്കെയാണ്? അനിമൽ സോഴ്സസ്, മീറ്റ്, എഗ്, മിൽക്ക്, ഫിഷ്, ഇതിലൊക്കെ പ്രോട്ടീൻ വളരെ റിച്ച് ആണ്. പ്ലാന്റ് സോഴ്സസ് ഏതൊക്കെയാണ്? എന്താ പറയാ, വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്നതാണ്. ബീൻസ്, lentils, tofu and nuts. Okay, these are very protein rich. Then soy products are rich in protein. Soya bean, soya oil. Okay. Then soya chunks-ilum kuda nalla protein undenna parayunu. Whole grains like quinoa also contain protein. Grains-ilokka nare proteins undu. Protein supplements are available if needed. ഇനി ഇതിലൊന്നും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ഇൻടേക്ക് ചെയ്യാൻ പറ്റിയില്ല, അബ്സോർബ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്, ടാബ്ലറ്റുകളും മരുന്നുകളൊക്കെ അവൈലബിൾ ആണ്. ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ: ബിൽഡ്സ് ആൻഡ് റിപ്പയർസ് ബോഡി ടിഷ്യൂസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഹെൽപ്സ് പ്രൊഡ്യൂസ് എൻസൈംസ് ഓൺ ഹോർമോൺസ്. അല്ലെ, എൻസൈംസും ഹോർമോൺസ് ഒക്കെ വളരെ ഒരു ബാലൻസ്ഡ് ലെവൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാവും, പല രീതിയിലുള്ള ചേഞ്ചസും ഉണ്ടാവും. സപ്പോർട്ട്സ് ഇമ്മ്യൂൺ ഫങ്ഷൻ, അല്ലെ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മെയിൻറ്റെയിൻസ് മസിൽ മാസ്, മസിൽ ആൻഡ് ടിഷ്യൂസ് ഒക്കെ ഇംപ്രൂവ്ഡ് ആക്കുന്നു. ദെൻ ഇഫക്ട്സ് ഓഫ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടായാൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും? ലീഡ്സ് ടു മസിൽ വേസ്റ്റിംഗ്, അല്ലെ, അതായത് മസിലൊക്കെ എന്തായിരിക്കും, അതിന്റെയൊക്കെ സ്ട്രെങ്ത് കുറയും. ദെൻ കോസസ് ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്. മസിലിന്റെ സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിലാണ് തളർച്ച, അതുപോലെ തന്നെ ക്ഷീണം, അല്ലെ, നടക്കാനൊന്നും പറ്റില്ല. ഇംപെയർസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതെ കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ്, പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരും. റിസൾട്ട്സ് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. അതുപോലെ തന്നെ കുട്ടികളിൽ വളർച്ചയില്ലാതെ, വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്നത് പ്രോട്ടീൻ ആണ്, മസിൽ ഗ്രോത്തിനൊക്കെ, അല്ലെ. ദെൻ ക്യാൻ കോസ് ക്വാഷിയോർക്കർ ആൻഡ് മെറാസ്മസ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് ക്വാഷിയോർക്കർ ആൻഡ് മെറാസ്മസ്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ സോഴ്സസ് ഓഫ് ഫാറ്റ്, അല്ലെ, ഫാറ്റിന്റെ സോഴ്സ് എന്തൊക്കെയാണ്? അനിമൽ ഫാറ്റ് ഏതൊക്കെയാണ്? ബട്ടർ, ലാഡ് ആൻഡ് ഗീ, ദീസ് ആർ അനിമൽ സോഴ്സസ്. വെജിറ്റബിൾ ഓയിൽസ് ഏതൊക്കെയാണ്? സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, അല്ലെ, അതൊക്കെയാണ് ഫാറ്റിന്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നട്ട്സ് ആൻഡ് സീഡ്സ് കണ്ടെയ്ൻ ഹെൽത്തി ഫാറ്റ്സ്. അതിൽ അപകടകരമായിട്ടുള്ള ഫാറ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബ്രെയിനൊക്കെ വളരെ എസെൻഷ്യൽ ആണ് ഫാറ്റ്. അഡ്വക്കേറ്റ്സ് ആർ എ റിച്ച് ഫാറ്റ് സോഴ്സ്. അവക്കാഡോസ് കേട്ടിട്ടുണ്ടോ? അത് ഫാറ്റിന്റെ ഒരു റിച്ച് സോഴ്സ് ആണ്. ദെൻ ഫാറ്റി ഫിഷ് ലൈക്ക് സാൽമൺ ആൻഡ് മക്രേൽ. സാൽമണും മക്രേൽ എന്ന് പറഞ്ഞ ഫിഷ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ്, നല്ല ഫാറ്റ് ആണ് ഫിഷിലുള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി ഫാറ്റിന്റെ ഫങ്ഷൻസ്: പ്രൊവൈഡ്സ് എനർജി ടു ദ ബോഡി, എയ്ഡ്സ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. വൈറ്റമിൻസ് സോലുബിൾ, ലയിക്കുന്നത് ഫാറ്റിലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇൻടേക്കിന് ഫാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അവർ ബോഡി. Then protects internal organs, helps maintain body temperature. Body temperature maintain ചെയ്യുന്നതിൽ ഫാറ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. സപ്പോർട്ട് സെൽ സ്ട്രക്ചർ. ഓക്കെ, സെല്ലിന്റെ സ്ട്രക്ചർ, സെൽ ഗ്രോത്തിന് പ്രോട്ടീൻ ആണെങ്കിൽ സെൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് ഫാറ്റ് ആണ്. ഇഫക്ട്സ് ഓഫ് ഫാറ്റ് ഡെഫിഷ്യൻസി എന്തൊക്കെയാണ്? ഡ്രൈ ആൻഡ് സ്കെയിലി സ്കിൻ, അതായത് നമ്മുടെ ശരീരം ഡ്രൈ ആവുന്നത് ഫാറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നു. ഓക്കെ, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെ. നമ്മുടെ റിപ്രൊഡക്ടറി സിസ്റ്റത്തിന് തകരാറുണ്ടാവുന്നു എല്ലാ രീതിയിലും. ഓക്കെ, പെട്ടെന്ന് വയസ്സാവുന്നു, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ വൈറ്റമിൻ അബ്സോർപ്ഷൻ, വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നു. ഇംപെയർഡ് ബ്രെയിൻ ഫങ്ഷൻ. ബ്രെയിൻ ഫങ്ഷന് ഫാറ്റ് വളരെ അസെൻഷ്യൽ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ്, ബ്രെയിൻ ഫങ്ഷൻ ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ഗ്രോത്ത് റിട്ടാർഡേഷൻ ഇൻ ചിൽഡ്രൻ, കുട്ടികളിൽ വളർച്ച മുരടിക്കുന്നു. ഓക്കെ, ഫാറ്റ് വളരെ അത്യാവശ്യമാണ് കുട്ടികൾക്കും. സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് അരി ഭക്ഷണമൊക്കെ, അതിലൊക്കെ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. സെറിയൽസ് ലൈക്ക് റൈസ്, വീറ്റ് ആൻഡ് മെയ്സ്, അല്ലെ, ചോളം, വീറ്റ്, റൈസ്, അതിലൊക്കെ ഉണ്ട്. ദെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെ കാർബോഹൈഡ്രേറ്റ് വളരെ റിച്ച് ആണ്. ഷുഗേഴ്സ് ആൻഡ് സ്വീറ്റ്നസ്, അതുപോലെ തന്നെ ഷുഗറിൽ, ഇപ്പൊ മധുരമുള്ള സാധനങ്ങളിലൊക്കെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്.
പിന്നെ അതുപോലെ ഡയറി പ്രൊഡക്ട്സ്, മിൽക്കിലും യോഗേർട്ടില് അല്ലെ, തൈര് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ് വളരെയധികം ഉണ്ട്. പിന്നെ അതുപോലെ ലെഗ്യൂംസ്, പൾസസ്, ധാന്യങ്ങളില്, മീൻസ് പയറുവർഗ്ഗങ്ങളില്. ദെൻ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്തൊക്കെയാണ്? മെയിൻ സോഴ്സ് ഓഫ് എനർജി, എനർജിയുടെ സോഴ്സ് ആണ് എന്ത്, കാർബോഹൈഡ്രേറ്റ്. സ്പെയർസ് പ്രോട്ടീൻ ഫോർ അതർ ഫങ്ഷൻസ്, അതായത് എനർജി, അതുപോലെ തന്നെ പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫങ്ഷനിൽ പ്രോട്ടീനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവം നമ്മൾ പറഞ്ഞല്ലോ, സെൽ ഗ്രോത്ത്, സെൽ റിപ്പയർ, അതിനൊക്കെ കാർബോഹൈഡ്രേറ്റും ആവശ്യമാണ്. എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ഹെൽപ്സ് ഇൻ ഫാറ്റ് മെറ്റബോളിസം, ഫാറ്റിനെ എന്താ പറയാ ദഹിപ്പിക്കാൻ കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പോൾ ഫാറ്റ് വെറും കാർബോഹൈഡ്രേറ്റുകൾ വെറും ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എയ്ഡ്സ് പ്രോപ്പർ ബവൽ മൂവ്മെന്റ്, ഫൈബർ, കാർബോഹൈഡ്രേറ്റിലുള്ള ഫൈബർ ആണ് നമ്മുടെ ബവൽ മൂവ്മെന്റ് അല്ലെ, നല്ല ദഹനം ഉണ്ടാക്കിയിട്ട് നല്ല ശോധന തരുന്നതൊക്കെ ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫൈബർ ആണ്, അതിലുള്ള ഫൈബർ ആണ്. മെയിൻറ്റെയിൻസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എക്സ്ട്രാ ഷുഗർ ഫുഡ് എക്സ്ട്രാ ആവാൻ പാടില്ല, അത് ഒരു റെഗുലേറ്റ് ചെയ്യണം. ഇനി കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തൊക്കെ നമുക്ക് ഉണ്ടാവുന്നു നമ്മുടെ ശരീരത്തിൽ? ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്, ഉറപ്പാണ്, എനർജി ഇല്ലെങ്കിൽ വീക്ക്നെസ്, തളർച്ച ഉണ്ടാവും. ദെൻ കെറ്റോസിസ് ഫ്രം ഫാറ്റ് ബ്രേക്ക് ഡൗൺ, ഓക്കെ, കെറ്റോസിസ് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് ഫാറ്റ് ബ്രേക്ക് ഡൗൺ, അതായത് ഫാറ്റ് ഫങ്ഷനും എന്ത് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. കോൺസ്റ്റിപ്പേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫൈബർ, ഫൈബർ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബവൽ മൂവ്മെന്റ്സ് നടക്കില്ല. ഇംപെയർഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ പെർഫോമൻസ്, കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക ശാരീരികമായിട്ടുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ എന്താ പറയാ ഇംപെയർഡ് ആവും, അതായത് വീക്കൻ ആവും. വെയിറ്റ് ലോസ് ആൻഡ് മസിൽ ക്രാംസ് അല്ലെ, മസിൽ ക്രാംസ് എന്ന് പറഞ്ഞാൽ കൊച്ചിപ്പിടുത്തം, ഓക്കെ, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മിനറൽസിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്? കാൽഷ്യം ഫ്രം മിൽക്ക് ആൻഡ് ഡയറി, ഓരോ മിനറൽ ഓരോ ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ കാൽഷ്യം കിട്ടുന്നത് മിൽക്കിൽ നിന്നും ഡയറി പ്രൊഡക്ട്സ് നിന്നൊക്കെയാണ്. അയൺ ഫ്രം റെഡ് മീറ്റ് ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഓക്കെ, അയൺ ഡെഫിഷ്യൻസി ഉള്ള ആളുകളൊക്കെ ഇലകൾ കഴിക്കണം എന്നൊക്കെ പറയും. ദെൻ സിങ്ക് ഫ്രം മീറ്റ് ആൻഡ് ലെഗ്യൂംസ്, ദെൻ അയഡിൻ ഫ്രം അയഡൈസ്ഡ് സാൾട്ട് ആൻഡ് സീ ഫുഡ്, അതിൽ നിന്നൊക്കെയാണ് അയഡിൻ കിട്ടുന്നത്. മാഗ്നീഷ്യം ഫ്രം നട്ട്സ് ആൻഡ് സീഡ്സ്. അപ്പൊ ഈ മിനറൽസ് എല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. ഈ മിനറൽസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ബിൽഡ് സ്ട്രോങ് ബോൺസ് ആൻഡ് ടീത്ത്, ഇത് കാൽഷ്യത്തിന്റെ ഫംഗ്ഷൻ ആണ്. അയൺ എന്താണ്? ക്യാരി ഓക്സിജൻ, ഹീമോഗ്ലോബിൻ അല്ലെ, ബ്ലഡിന്റെ റെഡ് കളറൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ഹീമോഗ്ലോബിൻ ആണ്, അയൺ ആണ്. അയണിന്റെ കളർ ബ്ലഡ് ആണ്, മീൻസ് റെഡ് ആണ്, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ദെൻ സപ്പോർട്ട്സ് ഇമ്മ്യൂൺ സിസ്റ്റം, സിങ്ക് ഈസ് വെരി എസെൻഷ്യൽ ഫോർ അവർ ഇമ്മ്യൂൺ സിസ്റ്റം. ദെൻ അയഡിൻ എന്തിനാണ്? റെഗുലേറ്റ് മെറ്റബോളിസം, ദഹനം റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ അസിസ്റ്റ് എൻസൈം ഫങ്ഷൻസ്, മഗ്നീഷ്യം അല്ലെ, മഗ്നീഷ്യം നമ്മുടെ എൻസൈംസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നു ശരീരത്തിലുള്ള. ഇനി വാട്ടർ ഫോർ അവർ ബോഡി, നമ്മുടെ ശരീരത്തിന് വെള്ളം അത് ഏറ്റവും എസെൻഷ്യൽ ആണ്. ഡ്രിങ്കിങ് വാട്ടർ ഈസ് ദ മെയിൻ സോഴ്സ് വെള്ളത്തിന്റെ. പിന്നെ ഫ്രൂട്ട്സും ലൈക്ക് വാട്ടർമെലൺ, ഓറഞ്ച്, അതൊക്കെ നിറയെ വെള്ളമുള്ള ഫ്രൂട്ട്സ് ആണ്. they are also sources of water. Then vegetables like cucumber and lettuceും cucumber ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും നമുക്കറിയാം വെള്ളം തന്നെയാണ് cucumber ഒക്കെ. സൂപ്സ് ആൻഡ് ബ്രാത്സ്, ദെൻ സൂപ്പ് ഒക്കെ കഴിക്കുന്ന ഇത്, പിന്നെ മിൽക്ക് ആൻഡ് അതർ ബീവറേജസ്, വെള്ളം അല്ലെ, അതിലൊക്കെ വെള്ളം തന്നെയാണുള്ളത്. Then functions of water, maintains body temperature, helps digestion and nutrient absorption അല്ലെ, വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിമൂവ്സ് വേസ്റ്റ് ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ് അല്ലെ, വെള്ളം. ലൂബ്രിക്കേറ്റ്സ് ജോയിന്റ്സ്, വെള്ളം ഇല്ലെങ്കിലാണ് ഈ കോച്ചിപ്പിടുത്തവും അതുപോലത്തെ ജോയിന്റ് പെയിൻസ് ഒക്കെ ഉണ്ടാവും. ജോയിന്റ് പെയിൻസ് ഒക്കെ ചിലപ്പോൾ എന്താണ് ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് ഉണ്ടാവാം. ക്യാരീസ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു സെൽസ് അല്ലെ, ബ്ലഡ് അല്ലെ, ബ്ലഡ് ആണ് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നത്. വെള്ളം ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തൊന്നും ബ്ലഡ് ഉണ്ടാവില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ സെല്ലുകളൊക്കെ ഡാമേജ് ആവാം. ദെൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? അടുത്തത് വൈറ്റമിൻസ് ആണ്. അതിൽ ഫാറ്റിൽ ലയിക്കും, ഫാറ്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, വൈറ്റമിൻസിനൊക്കെ വൈറ്റമിൻ സോൾവെന്റ് ആണ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഏതൊക്കെയാണ്
ഏതൊക്കെ വൈറ്റമിൻ ആണ് ഫാറ്റിൽ ലയിക്കുന്നത്? എ, ഡി, ഇ ആൻഡ് കെ. സ്റ്റോർഡ് ഇൻ ബോഡി ഫാറ്റ്. ഓക്കെ, ഈ വൈറ്റമിൻസ് ഒക്കെ ബോഡി ഫാറ്റിലാണ് ഉള്ളത്. എ എന്തിനാണ്? വിഷൻ ആൻഡ് ഇമ്മ്യൂൺ ഹെൽത്ത് അല്ലെ? കാഴ്ചക്ക് എ വളരെ എസെൻഷ്യൽ ആണ്. നമ്മൾ പറയില്ലേ ഇലക്കറികളൊക്കെ കഴിക്കണം എന്നുള്ളത്. ഡി എന്തിനാണ്? ബോൺ ഹെൽത്ത് ആൻഡ് കാൽഷ്യം അബ്സോർപ്ഷൻ. വൈറ്റമിൻ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ ബോൺ വീക്ക് ആവും. ദെൻ ഇ എന്തിനാണ്? ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമുക്ക് വൈറ്റമിൻ ഇ യൂസ് ചെയ്യാം. വളരെ ദഹനത്തിനും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് അല്ലെ? പിന്നെ അടുത്ത വൈറ്റമിൻസ് ആണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ സി ആൻഡ് ബി കോംപ്ലെക്സ്. അതുപോലെ നോട്ട് സ്റ്റോർഡ് ഇൻ ദ ബോഡി, നീഡി ഡെയിലി ടേക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ ഫാറ്റിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റമിൻ സി അങ്ങനെയല്ല. സി ആൻഡ് ബി കോംപ്ലെക്സ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കണം അല്ലെ? അതായത് ബോഡിയിൽ എന്നും കഴിച്ചാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. സി ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് സ്കിൻ ഹെൽത്ത്. ബി കോംപ്ലെക്സ് എന്തിനൊക്കെയാണ്? എനർജി പ്രൊഡക്ഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്. സി പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നന്നാവാനായിട്ട് വൈറ്റമിൻ സി ആണ് വേണ്ടത്. ദെൻ എക്സസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. ആവശ്യമില്ലാത്തത് യൂറിനിലൂടെ പോയിക്കോളും, പ്രോബ്ലം ഒന്നുമില്ല. ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ് എന്തൊക്കെയാണ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കോസസ് ക്വാഷിയോർക്കർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അയൺ ഡെഫിഷ്യൻസി ലീഡ്സ് ടു അനീമിയ, വിളർച്ച എന്നൊക്കെ നമ്മൾ പറയും. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. ദെൻ അയൺ ഡെഫിഷ്യൻസി റിസൾട്ട്സ് ഇൻ ഗോയിറ്റർ അല്ലെ? തൊണ്ടയിൽ അങ്ങനെ ഗോയിറ്റർ മുഴയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. ദെൻ കാൽഷ്യം ഡെഫിഷ്യൻസീസ് കോസ് റിക്കറ്റ്സ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ബോൺ വീക്ക് ആവും കാൽഷ്യം ഇല്ല എന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്രീഷനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, അതുപോലെ ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് ആർ വെരി എസെൻഷ്യൽ ഫോർ അവർ ബോഡി. ദെൻ balanced nutrition is essential for health. Includes all nutrients in proper amounts. Prevents deficiencies through diet awareness. അതായത് നമുക്കറിയാം ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ വളരെ എസെൻഷ്യൽ ആണ്. അതുപോലെ തന്നെ ഒരു നിശ്ചിത എമൗണ്ടിലൊക്കെയാണ് നമ്മൾ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ യൂസ് RDA ഗൈഡ് ലൈൻസ്, അതായത് ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഡെയിലി ഇൻടേക്സ്. ദെൻ പ്രൊമോട്ട്സ് ഹെൽത്ത് വിത്ത് ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ അല്ലെ? അപ്പൊ ലൈഫ് സ്റ്റൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? നമ്മുടെ ന്യൂട്രിയൻസ്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് മാത്രമല്ല, മിനറൽസ്, വൈറ്റമിൻസ് എല്ലാതും നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഇൻടേക്ക്, അതെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അത് എന്നാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. മാത്രമല്ല ബോഡി ഫങ്ഷൻസ് നടക്കുള്ളൂ. പിന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ നമുക്ക് എനർജി അല്ലെ? പ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. ആ എനർജി ഉണ്ടാക്കുന്നതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞ ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ വെറും ഫുഡ് അല്ല, ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ്. ഇത് വളരെ എസെൻഷ്യൽ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, ന്യൂട്രിയൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ഇവിടെ സമ്മറി പോലെയാണ് പറഞ്ഞിട്ടുള്ളൂ. ടെക്സ്റ്റിന് ഡീറ്റെയിൽ ആയിട്ട് പിക്ചറൊക്കെ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.